ഹലോ, വീണ്ടും ഒരു അടിപൊളി കിഡിലം വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താറും സ്റ്റേ ഒക്കെ ആയിട്ട് കക്കാടംപോയിലുള്ള പിനാക്കൾ ഇന്ന് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 3 മണി 4 മണി സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഏകദേശം ഇവിടെ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റിസപ്ഷനിൽ അവരുടെ ജീപ്പിൽ വലിയൊരു കയറ്റൊക്കെ കയറിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ റിസോർട്ട് വരുന്നത്. അവിടേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റിസപ്ഷനിലൊക്കെ വണ്ടിയൊക്കെ വെച്ച് സെറ്റായിട്ട് അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. വന്ന ആളുകളെല്ലാം ജീപ്പിൽ ഫുള്ളായപ്പോൾ നമ്മൾ വേഗം വണ്ടി എടുത്തിട്ട് മലലിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. ജീപ്പ് അങ്ങോട്ട് കയറി പോകണേരോ 1.5 പോക്കന്നെ കേട്ടോ. നമ്മളെല്ലാം കൂടി തൂങ്ങി പിടിച്ച് ജീപ്പിൻ്റെ ബാക്കിലേക്ക് തൂങ്ങി പിടിച്ചിട്ട് നല്ല മാക്സിമം വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഒരുപാട് സമയമൊന്നും ജീപ്പിൻ്റെ മുകളിൽ തൂങ്ങിയിട്ട് പോയില്ല. പക്ഷേ അത്രയും കുത്താനുള്ള കയറ്റാട്ടോ മുകളിലേക്ക്. ഒരു ആന ഉണ്ടല്ലോടാ, ആന ഇറങ്ങി. അതെടുക്കാൻ ധൈര്യം എടുക്കണേ. അതെ, എങ്ങോട്ടാ എല്ലാരും കൂടി പോണേ? ഒന്നും കാണുന്നില്ല. പൈസല്ലോ മാത്രമേ കാണുള്ളൂ. നിക്കൂലേ? മലന്റെ ടോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കോട്ട് ഉയരം കൂടുന്നതോറും ഇങ്ങനെ താഴേക്കുള്ള കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടി വരട്ടെ. കക്കാടംപോയിലെ ടൗൺ മുഴുവൻ കാണുന്നുണ്ട്. ഗ്ലാസ് പിടിച്ച് പറയാനുള്ളതാണെന്ന് പറഞ്ഞു തുടങ്ങി. ഉച്ചക്കല്ലേ നമ്മള് 4:30 ഇവിടെ തന്നെയല്ലേ. അങ്ങനെ നമ്മളിത് ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടുകൾ സ്റ്റാർട്ടിങ് ഹട്ടുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളെ പൂളൊക്കെ ഇവിടെ കാണാനുണ്ട്. അതേപോലെ നമ്മളെ റൂമും കാര്യങ്ങളും സ്റ്റേ ഒക്കെ ഇവിടെ കുറച്ചുകൂടി മുകളിലേക്ക് പോകാനായിട്ട്. മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് ഇവിടുത്തെ ഭംഗി ഇങ്ങനെ കൂടി നമ്മളെ പൂള് കണ്ടില്ലേ? പൂളിന്റെ വ്യൂ ഒക്കെ കണ്ടോ? മോനെ ഒരു രക്ഷയില്ലട്ടാ, കിട്ടില്ലേ? ആ പൂള് വെക്കണ പൂള് നോക്കാൻ അവസ്ഥ കൊച്ചെത്തി ഗൈസ്. എന്താ സംഭവിച്ചേ? എന്റെ ബാഗിന്റെ പൂളപൊരി ഏതാ മുതല്? നേപ്പാൾ കൊണ്ടായി കൂത്തറുള്ള കാറ്റം കൊണ്ടായി നിർത്തിയിട്ട് നേപ്പാളി ബയ്യായിട്ട ജീപ്പിലെ ഡ്രൈവർ. ഏതായാലും കിടു ഡ്രൈവായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ മുകളിലെത്തിയപ്പോൾ താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു മൊട്ടക്കുന്നിൻ്റെ ടോപ്പിലാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതെ അതെ, എങ്ങനെയുണ്ട് ജീപ്പ് റൈഡ്? അടിപൊളി. ആ നേപ്പാളി ചെക്ക ഏതാ സാധനം മുതലാണല്ലേ, പൈസ ഒക്കെ ഉണ്ട്. സാധനം ഓരോരു കയറ്റം കയറ്റിയാണ്. തിരക്കാ അങ്ങനെയുണ്ട് നമ്മളെ റൈഡ്. വെരി ബ്യൂട്ടിഫുൾ മൂമെന്റ്സ്, വെരി ബ്യൂട്ടിഫുൾ. വെരി
പറഞ്ഞു. അടിപൊളി അടിപൊളി. ഹർഷ എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് ഒക്കെ സൂപ്പർ. അതുകൊണ്ട് അടുത്ത ജീപ്പും മല കയറി വരുന്നുണ്ട് കേട്ടോ. അതിൽ ആരൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം ആരൊക്കെ വണ്ടിയിലുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചൊക്കെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചർ റൈഡ് തന്നെ കേട്ടോ. മുകളിലേക്ക് വരുന്ന ആ ഒരു വ്യൂവും അതിൻ്റെ ഭയങ്കര പേടിയായിട്ട് നല്ല ഒരു രക്ഷയില്ലാത്ത റൈഡ് തന്നെയാണ്. അതേമാതിരി ഡ്രൈവറും വാങ്ങണം, ഡ്രൈവറും കൂടി വാങ്ങണം. ഡ്രൈവറാണ് പൊളി, ഡ്രൈവർ പൊളിയാണ്. നീലക്കുയിലോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞു. ഒന്നും പറയാല്ല, അടിപൊളി അടിപൊളി. ഗായ്സ് ഫുള്ള് നീലക്കുയിൽ. എന്താ പ്രശ്നം? വിളിച്ചാ അവിടെ നാട് നിങ്ങളുടെ എടുക്കാം. ആ ഗിംബൽമ സെറ്റ് ചെയ്ത് വെച്ചാലോ ഫോണ്? ഗിംബൽമ സെറ്റ് ചെയ്തോ അല്ലേ? എന്താ പറയാ, ഫോട്ടോ എടുക്കാം, വീഡിയോ നമ്മളെ പണി നമ്മൾ എടുക്കണ്ടേ? അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കക്കാടംപൊയിലുള്ള പിനാക്കിൾ ഇൻ റിസോർട്ടിലാണ്. വേറെ സ്ഥലമാണ്. കോഴിക്കോട് ഈ ഒരു മല, ഈ ഒരു പൂക്കൾ, ഈ ഒരു ഊഞ്ഞാലിന്റെ ആട്ടം, ഇത്രക്കും വൈബിളുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയോ? അറിയില്ല, ഇങ്ങോട്ട് വരണം നിങ്ങൾ. ഇവിടെ പോലത്തെ ആൾക്കാർക്ക് കളിക്കാൻ. തമാശ ചിരിയൊക്കെ സമയം പോയതറിയാം. ഞാൻ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ മുത്താർക്ക ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട് കേട്ടോ. പോയി വേറെ 2 വർഷം കേട്ടോ. ഇത് മെയിൻ അല്ല, മെയിൻ കോഴ്സ് അല്ല. ഭയങ്കര എല്ലാവരും നോമ്പ് തുറക്കാനുള്ള തിരക്കിലാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട്. നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. 10-25 ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും അടിപൊളി വൈബാണ്. നല്ല റിസോർട്ടാണ്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള വ്യൂസൊക്കെ ഒന്ന് കണ്ടാലോ? എന്താ ഇത് കഴിഞ്ഞിട്ടല്ലേ മന്തി കഴിക്കുള്ളൂ? അവിടെ സോഡ, ബിരിയാണി, പത്തിരി, പൊറോട്ട, കേരള പൊറോട്ട, ചിക്കൻ പൊരിച്ചത്, ചായ, വാട്ടർ. തുറക്കാം. എന്താണല്ലോ ഫുഡ്? മഞ്ചുണ്ട്, ചിഞ്ചുണ്ട്, രഞ്ജുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് കഴിച്ചൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പൂളിലേക്ക് അടങ്ങി. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടിട്ട് അറിയാം. എന്താ വെച്ചാൽ ഫുൾ അലമ്പ് ടീമാണ് കേട്ടോ പോകുന്നത്. ഫോണായിട്ട് അടിയാലോ? മുഷ്കിൽ. എന്താ അവിടെ സംഭവിക്കുന്നത്? കുറെ ആൾക്കാർ കൂടി ഒരുത്തന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നുണ്ട്. മുത്താർക്ക അതിന്റെ അടിപൊളി ലൈവ് വീഡിയോ ഇടുന്നുണ്ട്. ഒരാള് കണ്ടന്റ് കിട്ടിയ 2 ഫോണൊക്കെ ആ കണ്ടന്റ് കിട്ടാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച ഇൻസ്റ്റ, ഇത് യൂട്യൂബ്. പെണ്ണുങ്ങൾ പറഞ്ഞതേ എത്ര മിനിറ്റ് ഈലുണ്ടോ അത്രയും മിനിറ്റ് ഈല് കിട്ടണം. അല്ലെങ്കിൽ കേട്ടില്ലാന്നാണ്. ആഷിഖ് ബ്രോ നോമ്പാരെ കുളിച്ചില്ലാന്നാ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും നമ്മളെ കുളിപ്പിക്കാനുള്ള പരിപാടി എന്തൊക്കെയാണ് ബാക്കി കണ്ടോളി. ഒന്നും പറയണ്ട.
എന്നെ നശിപ്പിക്കില്ല ചേട്ടാ. ഒരു മിനിറ്റ് എന്താണ് പ്രശ്നമില്ല. അതെ എന്താ ഇപ്പൊ എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? ഈ ഒരു അവസരത്തിൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഇല്ല ഇല്ല ഫോണൊന്നും കീശാലില്ലല്ലോ. അന്നെ പിടിച്ചപ്പോഴേ അതെങ്ങനെ എന്നെ ഒന്നും കാട്ടല്ലേ കൊല്ലിന് അവിടെ പോയി അവിടെ പോയി ഫോണുണ്ട് എടുത്തില്ലേ? ഇല്ലല്ല എടുത്തിടൂല. അത് ഇതല്ല വാട്ടർ അതില്ല. ഇല്ല. ഓ വെള്ളത്തിൽ കൊണ്ട് നശിപ്പിച്ചു. എന്താ സംഭവിച്ചേ? എനിക്ക് വെള്ളം പേടിയാവോണ്ട് ഇറങ്ങാത്തേ. ഇപ്പൊ പേടിയൊക്കെ മാറിയാ? എനിക്ക് നല്ല പേടിയാ. ഇപ്പൊ പേടി മാറിയോ? എനിക്ക് വെള്ളം നല്ല പേടിയാ. വെള്ളം ഫോണുണ്ട് കയ്യില്? ആരാ എപ്പ എടുത്തടാ? വീഡിയോ എടുത്ത് ഓണാക്കിട്ടതാ. കിട്ടി കിട്ടി കിട്ടി. പിന്നെ ഊര് പോവാ. ഒന്ന് ഫോണുണ്ട് കയ്യില്? ആരാന്നറിയില്ല. എന്തായാലും പോയിക്കണേ. അതെ അതെ അതെ, നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞുതരീടാ. എന്താ സമ്മർ ഇവരിങ്ങനെ എല്ലാവരും മനസ്സുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള വീഡിയോസ് അടുത്തൊരു വീഡിയോയിലാക്കി കണ്ടാലോ? ഇത് ഒരുപാട് ലെങ്ത് കൂടിപ്പോയി. ഓക്കെ.